guys, welcome back to my YouTube channel. It's me Lakshmi. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ 5 must study യൂസ് ചെയ്യുന്ന കുറച്ച് ബ്രായിനാണ് ഡിഫറെന്റ് ഡ്രസ്സസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഡിഫറൻസ് ബ്രാകളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ 5 ടൈപ്പ് ഓഫ് ബ്രായിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബ്രായിൽ ഫസ്റ്റ് ടൈപ്പ് ബ്രാ എന്ന് പറയുന്നത് നമ്മൾ ഡീപ്പായിട്ടുള്ള വീനക്കിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബ്രായാണ് പ്ലഞ്ച് ബ്രാ. ഈ മിക്ക സെലിബ്രിറ്റീസൊക്കെ ഡീപ്പായിട്ടുള്ള ബ്ലൗസൊക്കെ ഉപയോഗിച്ചിട്ട് സാരീസൊക്കെ വെയർ ചെയ്യും. അതുപോലെ തന്നെ ഗൗൺസൊക്കെ വെയർ ചെയ്യുമ്പോൾ നമ്മൾ മിക്കവരും വിചാരിക്കും ഇവരെന്താ ബ്രായൊന്നും യൂസ് ചെയ്യരുത്. പക്ഷെ അങ്ങനെയല്ല, ബ്രായൊക്കെ അവർ യൂസ് ചെയ്യുന്നുണ്ട്. അവർ ഉപയോഗിക്കുന്ന ബ്രാ എന്ന് പറയുന്നത് പ്ലഞ്ച് ബ്രായാണ് ഉപയോഗിക്കുന്നത്. അപ്പം അങ്ങനത്തെ പ്ലഞ്ച് ബ്രാ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇതിലൂടെ ഭംഗിയും പെർഫെക്ഷനും ഒരു നല്ലൊരു ക്ലാസ് ലുക്കൊക്കെ ഫീൽ ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഡീപ്പായിട്ടുള്ള വീനക്കുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും പ്ലഞ്ച് ബ്രാ യൂസ് ചെയ്യാൻ നോക്കുക. ഇനി ടൈപ്പ് ഓഫ് ബ്രായിൽ സെക്കൻഡ് ടൈപ്പ് ഓഫ് ബ്രാ എന്ന് പറയുന്നത് ഓഫ് ഷോൾഡർ നെക്കുകൾ യൂസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ പറ്റിയൊരു ബ്രായാണ് നമ്മുടെ സ്ട്രാപ്ലെസ് ബ്രാ. സ്ട്രാപ്ലെസ് ബ്രാ യൂസ് ചെയ്യുമ്പോൾ ഓഫ് ഷോൾഡർ നമ്മൾ ബ്ലൗസസ് അതുപോലെ ഗൗൺസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഈ നോർമൽ ബ്രാകൾ സ്ട്രാപ്പുള്ള ബ്രാകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, അത് ഒരു ഭംഗിയില്ല, ഒരു പെർഫെക്ഷൻ ഫീൽ ചെയ്യില്ല സ്ട്രാപ്ലെസ്. അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് സ്ട്രാപ്ലെസ് ബ്രാ. സ്ട്രാപ്ലെസ് ബ്രാ യൂസ് ചെയ്യുമ്പോൾ ഇത്തിരി ഭംഗിയും നല്ലൊരു പെർഫെക്ഷനൊക്കെ ഫീൽ ചെയ്യും. അതുകൊണ്ട് എല്ലാവരും ഓഫ് ഷോൾഡർ ഡ്രസ്സസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ സ്ട്രാപ്ലെസ് ബ്രാ യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബ്രായിൽ തേർഡ് ടൈപ്പ് ഓഫ് ബ്രാ എന്ന് പറയുന്നത് സ്പ്ലിറ്റ് നെക്കുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു ബ്രായാണ് ഫുൾ കവറേജ് ബ്രാ. ഞാനിവിടെ പിക്ചേഴ്സ് കാണിക്കുന്നുണ്ട്. നമ്മൾ ഓരോ ഡ്രസ് വൈസും അതുപോലെ ബ്രാകളൊക്കെ ഇന്ന ഡ്രസ്സിന് ഇന്ന ബ്രാകളൊക്കെ യൂസ് ചെയ്തത് പിക്ചേഴ്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്പ്ലിറ്റ് ആയി നെക്ക് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഫുൾ കവറേജ് ആയിട്ടുള്ള ബ്രായൊക്കെ യൂസ് ചെയ്യുന്നത്. ഈ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബ്രാസിൽ ഫോർത്ത് ടൈപ്പ് ഓഫ് ബ്രാ എന്ന് പറയുന്നത് ബാക്ക്ലെസ് ബ്ലൗസസ് ഒക്കെ യൂസ് ചെയ്യും. നമ്മളിപ്പോൾ കൂടുതലായിട്ട് വെഡ്ഡിങ്സിനൊക്കെ സാരീസൊക്കെ വെയർ ചെയ്യുമ്പോൾ നമ്മൾ ഭൂരിഭാഗം മിക്ക ആളുകളും ബാക്ക്ലെസ് ആയ ബ്ലൗസസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ പാർട്ടീസിനൊക്കെ ഗൗണൊക്കെ യൂസ് ചെയ്യുമ്പോൾ ബാക്ക്ലെസ് ആയ ഗൗൺസൊക്കെ യൂസ് ചെയ്യും. അങ്ങനത്തെ ഒക്കെ ഗൗൺസൊക്കെ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും യൂസ് ചെയ്യേണ്ട ബ്രാ എന്ന് പറയുന്നത് എപ്പോഴും അഡൻസീവായ ബ്രാസൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അഡൻസീവായ ബ്രാസൊക്കെ യൂസ് ചെയ്യുമ്പോൾ ബാക്ക്ലെസ് ബ്ലൗസിന് ഇത്തിരി കൂടി നല്ലൊരു ഭംഗിയും പെർഫെക്ഷനൊക്കെ കിട്ടും. ഇനി നോർമൽ ബ്രാസൊക്കെ യൂസ് ചെയ്യുമ്പോൾ ബാക്ക്ലെസ് ബ്ലൗസിൻ്റെ അവിടെ നമ്മുടെ ഹുക്കുകളൊക്കെ കാണും, അതൊരു വൃത്തികേടായിരിക്കും. അപ്പം അങ്ങനത്തെ ബ്രാസൊന്നും യൂസ് ചെയ്ത് നോർമൽ ബ്രാസൊന്നും യൂസ് ചെയ്യാതെ അഡൻസീവായ ബ്രാസൊക്കെ യൂസ് ചെയ്യാൻ. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബ്രായിൽ ഫിഫ്ത്ത് ടൈപ്പ് ഓഫ് ബ്രാ എന്ന് പറയുന്നത് ഹോൾട്ടർ നെക്കിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബ്രായാണ്. അതെന്ന് വെച്ചാൽ കൺവേർട്ടബിൾ ബ്രാ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഹോൾട്ടർ നെക്ക് യൂസ് ചെയ്യുമ്പോൾ കൺവേർട്ടബിൾ ബ്രാ ആയിരിക്കും ഏറ്റവും നല്ലത്. അതുകൊണ്ട് ഹോൾട്ടർ നെക്കുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും കൺവേർട്ടബിൾ ബ്രാ യൂസ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസൊക്കെ എൻ്റെ ചാനലിൽ ഉണ്ടാവും, ഞാൻ ഇനി ഇടും. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.